മറ്റൊന്ന്, നേരത്തെ ഇസ്മായിൽ സാഹിബ് പറഞ്ഞ പോലെ ഈ സമരം ഒരു തുടക്കവും അവസാനമായി കൂടാ. ഇത്തരം അന്ധത ബാധിച്ച അഴിമതിയുടെ കൂത്തരങ്ങായ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം ഒരു തുടർ പ്രക്രിയയായി മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. വർഷങ്ങളായി കേരള സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ രൂപീകരണം മുതൽ ഇന്നേ വരെ സംസ്ഥാനത്ത് വീട് നികുതിക്ക് ഒരു പ്രത്യേകമായ താരിഫില്ലായിരുന്നു. വാളെടുത്തവൻ വെളിച്ചപ്പാടി എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന ഓഫീസറുടെ അതല്ലെങ്കിൽ ഭരണസമിതിയിൽ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ചന്ദ്ര പഞ്ചായത്തിനെ പോലത്തെ മുസ്ലിം ലീഗിന് കുത്തകകളുള്ള പഞ്ചായത്തുകളിൽ അവരുടെ പ്രമാണിമായി തീരുമാനിക്കുന്ന രാഷ്ട്രീയ വിരോധം വെച്ച്, മതവിരോധം വെച്ച്, അതല്ലെങ്കിൽ അവരുടെ പ്രാദേശിക താല്പര്യങ്ങൾ വെച്ച് അവർ തീരുമാനിക്കുന്ന താരിഫ് ടാർജറ്റ് വെച്ച് ആളുകൾക്ക് നികുതി നിർദ്ദേശിക്കുന്ന, ഈടാക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കേരള സ്റ്റേറ്റിൽ മൊത്തം ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും. ഈ സർക്കാർ, DS സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം ഈ അഴിമതി ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി വളരെ വ്യവസ്ഥാപിതമായി ഒരു താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിൻ റോഡിന്റെ സൈഡിലാണെങ്കിൽ ഇത്രയാണ്, ടാറിട്ട പഞ്ചായത്ത് റോഡിന്റെ അരികിലാണ് വീട് പണിയുന്നതെങ്കിൽ അതിന്റെ നികുതി ഇത്രയാണ്, മേൽക്കുല ഓടാണെങ്കിൽ അതിന് ഇത്രയാണ്, അതല്ലെങ്കിൽ ഗ്രേനേറ്റ് പതിച്ചതിന് ഇത്രയാണ്. ഇങ്ങനെ ഓരോ വളരെ വ്യവസ്ഥാപിതമായി വളരെ ശാസ്ത്രീയമായ ഒരു പദ്ധതി സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീടിന്റെ പ്ലാൻ സഹിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ വീടിന്റെ നികുതി കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പഞ്ചായത്ത് മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണം. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് വ്യാപകമായത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും സർക്കാരിനെതിരെ ജനകീയ വികാരം ഉണർത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ കുപ്രസിദ്ധമായ മസ്തിഷ്കങ്ങളിൽ വിരിഞ്ഞ ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു വീടിന്റെ, പ്രത്യേകിച്ച് പ്രവാസികളാണ് ഒരുപാട് കംപ്ലൈന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട IMCC ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 4 മാസത്തിലും 6 മാസത്തിലും ലീവിൽ വരുന്ന ഒരു സുഹൃത്ത് അവന്റെ വീടിന് വേണ്ടി ഒരു കടലാസ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ, വീടിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ അംഗീകരിക്കാൻ വേണ്ടി ഒരു കടലാസ് കൊടുത്താൽ, നിങ്ങളുടെ സർക്കാരല്ലേ, പുതിയ നിയമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പിഴയുന്നതിന് വേണ്ടി, ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ തെറ്റാണെന്ന് വരുത്തുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിലപാട് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണമായി വെച്ചതാണ്. ഞാൻ പറയുന്നത്, ഇത്തരം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒരു പൗരാവകാശ രേഖ ബഹുമാന്യനായ അനസിന്റെയൊക്കെ ശ്രദ്ധയിൽ ആ കാര്യം ഉണ്ടാകണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അതായത് പഞ്ചായത്ത്